റോമാലേഖനം 10:9 ആ രക്ഷയുടെ ആപ്തവാക്യം അല്ലേ? രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? പ്രമാണവാക്യം. ഇതിലൊന്നാണ് ഇപ്പോൾ തിരുനക്കര മൈതാനത്തും പുത്തരിക്കണ്ടം മൈതാനത്തിലും റോയൽ ഓഡിറ്റോറിയത്തിലും എല്ലാം പ്രസംഗിക്കുന്നത്. ഒന്നേ പറയാറുള്ളൂ ഈ 10:9 റോമർ 10:9 ഒന്നേ പറയാറുള്ളൂ. എന്താ? യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഇതേ പറയത്തുള്ളൂ. ഏതേ പറയത്തുള്ളൂ? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കും. മറ്റേ വേണ്ടേ? ഏതാ? യേശുവിനെ കർത്താവെന്ന് ഈ രക്തസ്രവക്കാരിയുടെ സൗഖ്യത്തിലൂടെ യേശു സമൂഹത്തിന് കൊടുത്ത സന്ദേശം, എന്നെ തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ. എന്നെ തൊട്ട് സൗഖ്യം പ്രാപിച്ച നീ പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് അത് ഏറ്റുപറയണം. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. രക്ഷിക്കപ്പെടാൻ 2 വ്യവസ്ഥയോടെ പറഞ്ഞേക്കണം. ഒന്ന് വിശ്വസിക്കണം, 2 വായ്കൊണ്ട് ഏറ്റുപറയണം. ഒന്ന് ഹൃദയത്തിന്റെ പ്രവൃത്തി, മറ്റത് നാവിന്റെ ജോലി. ഇന്ന് മിക്ക സുവിശേഷ പ്രഭാഷണങ്ങളെയും ഹൃദയത്തിന്റെ ജോലി മാത്രമേ പറയാറുള്ളൂ, നാവിന്റെ കാര്യം മിണ്ടാറില്ല. ഹൃദയവും നാവും തമ്മിലുള്ള ബന്ധം വേറെ പുസ്തകം പഠിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് ഹൃദയം ശുഭവചനം, നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നാവ് കൊണ്ട് വായ്കൊണ്ട് ഏറ്റുപറയണം. അതാ സങ്കീർത്തനകാരൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും. ഹൃദയവും വായും തമ്മിലുള്ള ബന്ധം, ഹൃദയത്തിലെ ധ്യാനം, വായിലെ വാക്കുകൾ.